ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാനും അച്ഛനും അമ്മയും അനിയനും കൂടെ വൈക്കത്ത് അമ്പലത്തിൽ പോകുന്നതാണ് ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ബസ്സും ബോട്ടും ഒക്കെ കയറിയിട്ടാണ് വൈക്കത്ത് അമ്പലത്തിലോട്ട് എത്തുന്നത്. ബോട്ട് കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ തൊട്ട് വൈക്കത്ത് അമ്പലം വരെ രണ്ട് സൈഡിലും നിറച്ചും കടകളായിരിക്കും. ഈ കടകളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പണ്ടൊക്കെ അമ്പലത്തിലോട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല. നമ്മൾ ബോട്ട് കയറി ഇറങ്ങി നടന്നു വരുന്ന ഭാഗം എന്ന് പറയുന്ന അമ്പലത്തിൻ്റെ ബാക്ക് സൈഡാണ്. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡ്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് വരുന്ന ഡൗട്ടാണ് സ്വാഭാവികമായിട്ടുണ്ടാവും, ഇതെന്താണ് 3ഉം 4ഉം ഒക്കെ ആയിട്ട് കാണുന്നതെന്ന്. അതെന്താന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഇതൊരു ഷോർട്സ് ആയിട്ടൊരു വീഡിയോ പോകുന്നത് ഒരു മെമ്മറി പോലെ എടുത്ത് വെക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്. ഇനി അവിടെ ചെന്നപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ വീഡിയോ ആയിട്ട് എടുക്കാം, എങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആദ്യം എടുത്ത പോർഷൻസ് ഒക്കെ ഷോർട്സ് വീഡിയോൻ്റെ സ്ക്രീൻ പോലെ എടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് മനസ്സിലായി കാണും. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ 2ഉം 3ഉം ഒക്കെ ആയിട്ട് ആ ഷോർട്സ് വീഡിയോ പാർട്ടാക്കി എടുത്ത് വെച്ചേക്കുന്നത്. നിങ്ങൾ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ഇനിയിപ്പോൾ അങ്ങനെയാണെന്ന് വിചാരിച്ച് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്നും പോയി കളയരുത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ. അപ്പോൾ ഇതാണ് എൻ്റെ അച്ഛനും അമ്മയും അനിയനും. അപ്പോൾ ഈ പുറകെ കാണുന്നത് ആനച്ചമയമാണ്, അതായത് ആനയ്ക്ക് ഒരുങ്ങാനുള്ള സാധനങ്ങളൊക്കെ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അമ്പലത്തിൻ്റെ അവിടെയൊക്കെ നിന്ന് കുറേ കഴിഞ്ഞിട്ടാണ് പിന്നെ അമ്പലത്തിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പണ്ടത്തെയൊക്കെ കൂടുതൽ ആളുകളും ഇപ്പോൾ വൈക്കത്ത് അമ്പലത്തിൽ വരുന്നുണ്ട്. പിന്നെ വൈക്കത്ത് അമ്പലത്തിൽ 2-3 വർഷങ്ങളായിട്ട് കാർണിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനും ഭാഗമായിട്ട് കുറച്ച് ആളുകൾ കൂടുതൽ വരാറുണ്ട്. പിന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നന്ദീനോട് നമ്മുടെ ആഗ്രഹങ്ങൾ പറയുന്നതാണ്. നന്ദീനോട് നമ്മൾ ആഗ്രഹങ്ങൾ പറയുമ്പോൾ അത് മഹാദേവൻ്റെ അടുത്ത് എത്തും എന്നുള്ളതാണ് ഒരു വിശ്വാസം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നന്ദീനോട് ആഗ്രഹങ്ങളൊക്കെ പറയുന്നത്. ഞാനും അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം അമ്പലത്തിലൊക്കെ കറങ്ങി കുറച്ച് നേരമൊക്കെ അവിടേക്ക് ഇരുന്നതിന് ശേഷമാണ് ഞങ്ങൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴാട്ടോ പോന്നിട്ടുണ്ടായിരുന്നത്. വൈക്കത്ത് അമ്പലത്തിൽ നിന്ന് വന്നാൽ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാതെ പോരാറില്ല. പിന്നെ പണ്ടത്തെ അത്രയും സാധനങ്ങളൊന്നും മേടിക്കാറില്ല. എനിക്ക് എവിടെ പോയാലും പാദസരം മേടിക്കണമെന്നുണ്ട്. അങ്ങനെ ഞാൻ പാദസരം മേടിച്ച് ഞാൻ പാദസരത്തിൻ്റെ അഡിക്റ്റാണ്. എവിടെ പോയാലും എനിക്ക് അമ്പലത്തിൽ പോയാൽ ഇതുപോലെ പാദസരം കണ്ടാൽ പാദസരം മേടിക്കണം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ എന്താണ് ഏറ്റവും കൂടുതൽ ഷോപ്പ് ചെയ്യാറുള്ളതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. കമ്മലാണോ വളയാണോ? പക്ഷെ എനിക്ക് ഇതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം പാദസരം വാങ്ങിക്കാനാണ് കേട്ടോ. കമ്മലും മാലയുടെ എന്ന സെക്ഷനിലോട്ട് ഞാൻ അധികം എൻ്റെ കണ്ണു പോകാറില്ല. അപ്പോൾ നിങ്ങൾ എന്താണ് കൂടുതൽ മേടിക്കുക എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ക്യൂവിൽ കുറച്ച് നേരം കണ്ണാനും പിന്നെ ഞാനും കണ്ണാനും കൂടെയൊക്കെ നിന്നിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉത്സവത്തിന് പോയ ദിവസം അച്ഛൻ്റെ അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടെ ആയിരുന്നു. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്, നെക്സ്റ്റ് വീഡിയോ കാണാം.